بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആരെയോ പ്രതീക്ഷിക്കുന്നത് പോലെ, എന്തിനെയോ കാത്തിരിക്കുന്നത് പോലെ തോന്നാറുണ്ട്. ചോദിച്ചു, തങ്ങൾക്ക് എന്തു പറ്റി? എനിക്ക് ഏകാന്തതയിലിരിക്കണമെന്ന് തോന്നുന്നു ഖദീജ. നമ്മളിവിടെ ചേർത്ത് വായിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സുള്ളൊരു കൂട്ടുകാരിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാര്യ പദവിയിലേക്ക് എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന്, റസൂലുള്ള ചെറുപ്പക്കാരനായിരുന്നു. അതോടൊപ്പം തന്നെ സ്വന്തമായിട്ടൊരു പെങ്ങളോ ഉമ്മയോ കൂടെയില്ലാത്തതുകൊണ്ടും ആ സ്നേഹം കൊടുക്കാനും നേരത്തെ സന്താന പരിപാലനം നടത്തിയിട്ട് 2 ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ചതുകൊണ്ട് ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ബോധ്യമുള്ളവരും ഏത് പ്രയാസഘട്ടങ്ങളെ നേരിടാനുള്ള ത്രാണിയുള്ള ആളും എന്നതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീജ ബീവിയിലേക്ക് ആദ്യം മുത്തുനബിയുടെ ഭാര്യ പദവി അലങ്കരിക്കാനുള്ള അവസരം കൊടുത്തത്. മുത്തുനബി പ്രവാചകനാകുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന എല്ലാ ഘട്ടങ്ങളെയും തരണം ചെയ്യാനുള്ള തൻ്റെ ഇടം ഖദീജ ബീവിക്കുണ്ടാകുമെന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖദീജ ബീവി തങ്ങളുടെ സൗകര്യം പോലെ ഒരു സ്ഥലം കണ്ടെത്തിയാൽ ഞാനും അവിടത്തേക്ക് വരാം, സൗകര്യം ഞാനും ചെയ്തു തരാം. റസൂലുള്ള നടന്നു, ജബലുന്നൂറിൻ്റെ മുകൾ വരെ നടന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ കഅബാലയം കണ്ണുകൊണ്ട് കൃത്യമായി കാണാൻ പറ്റുന്നുണ്ട്. തിരിച്ചു വന്ന് ഖദീജ ബീവിനോട് പറഞ്ഞു, ഖദീജോ, നല്ലൊരു സ്ഥലം കണ്ടിട്ടുണ്ട്. രണ്ടുപേരും തിരിച്ചൊന്നുകൂടെ അങ്ങോട്ടേക്ക് ചെന്നു. സ്ഥലം ഖദീജ ബീവി വൃത്തിയാക്കി കൊടുത്തു. റസൂലുള്ള അവിടെ ഇരുന്നു. രാവിലെയും വൈകുന്നേരവും പല സമയങ്ങളിലായിട്ട് ഖദീജ ബീവി തോൽപാത്രത്തിൽ വെള്ളവും അല്പം മാവും കുറഞ്ഞ കല്ലുപ്പും കുറച്ച് ഈത്തപ്പഴവും റസൂലുള്ളാഹ്ക്ക് കൊണ്ടു കൊടുക്കും. പോകുന്ന വഴിയിലൊക്കെ പലരും കാണുമ്പോൾ നേരത്തെ മക്കയുടെ റാണിയായി ജീവിച്ച, പ്രമാണിത്വത്തിൽ ജീവിച്ച ഖദീജ ബീവി തുന്നിച്ചേർത്ത്, കീറിപ്പോയ വസ്ത്രങ്ങളൊക്കെ തുന്നിച്ചേർത്ത് കാലിൽ ചെരുപ്പില്ലാതെ നടക്കുന്നത് കാണുമ്പോൾ ചോദിക്കും, എന്തൊരു പ്രയാസമാണ് ഖദീജ, ഇപ്പോൾ വല്ലാത്ത ദാരിദ്ര്യമായി പോയല്ലോ. അന്നേരം പറയും, എനിക്ക് അല്ലാഹു തആല നല്ലൊരു ഭർത്താവിനെ തന്നു, അതിനോളം എൻ്റെ സമ്പത്തൊന്നും ആകൂല, അത്രയും വലിയ സന്തോഷം എനിക്ക് എൻ്റെ റബ്ബ് തന്നിട്ടുണ്ടെന്ന് പറയും. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഇടക്കിടക്ക് പോകുന്ന സമയത്ത് മുത്തുനബി നിസ്കരിക്കുന്നത് കാണും. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് മലായിക്കത്തിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ള സമ്മാനമാണെന്ന് പറയും. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് ഓടിക്കതച്ചു വന്നു. ജമ്മിലൂനി എന്ന് പറഞ്ഞു, പുതപ്പിട്ട് മൂടാൻ വേണ്ടിയിട്ട്. എന്ത് പറ്റി? കാര്യങ്ങൾ റസൂലുള്ള പറഞ്ഞു കൊടുത്തു. അപ്പോൾ മുത്തുനബിക്ക് സംഭവിച്ച കാര്യങ്ങൾ, അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നറിയാൻ നേരത്തെ വേദഗ്രന്ഥങ്ങളിൽ നല്ല കഴിവുള്ള ആളാണ് വറഖത്ത് ബിൻ നൗഫൽ. അദ്ദേഹത്തിൻ്റെ സമീപത്ത് പോയിട്ട് കാര്യം പറഞ്ഞു. അന്നേരം അയാൾ പറയാണ്, നിന്റെ ഭർത്താവ് ഇന്നു മുതൽ പ്രവാചകനായിരിക്കുന്നു, അള്ളാഹുവിൻ്റെ വഹി എത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് റസൂലുള്ളാഹിനോട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നത് തുടങ്ങി മാലം യാലം വരെ ഓതിക്കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരവാദിത്വത്തിൻ്റെ കാര്യത്തിൽ പേടിച്ചുപോയി. പ്രവാചകനായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിവരം അറിഞ്ഞപ്പോൾ ഖദീജ ബീവി വേറൊന്നും ആലോചിച്ചില്ല. നേരെ തിരിച്ച് ഭർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് ഷഹാദത്ത് ചൊല്ലിയിട്ട് ഇസ്ലാമിൻ്റെ ആദ്യത്തെ വനിത, അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രഥമ അംഗമായിട്ട് ഖദീജ ബീവി മാറി. ഖദീജ ബീവിയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടെ ചേർന്ന് നിൽക്കുന്നു. ഖദീജ ബീവി റസൂലുള്ളാഹിന്റെ വ്യസനങ്ങൾ കണ്ട സമയത്ത് പറഞ്ഞു, ലാ യുസീഖല്ലാഹു അബദ, തങ്ങൾ ഒരിക്കലും അല്ലാഹു തആല കൈവിടൂലല്ലോ. ഇന്നക തഹ്മിലുൽ കല്ല, തങ്ങൾ മറ്റുള്ളവരുടെ പ്രയാസങ്ങളൊക്കെ സ്വന്തം പ്രയാസം പോലെ കണ്ടിട്ട് അവരൻ്റെ സന്തോഷത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളല്ലേ. അപ്പോൾ തങ്ങൾ അല്ലാഹു തആല ബുദ്ധിമുട്ടിക്കൂലല്ലോ, വെറുതെ ആക്കൂലല്ലോ, തങ്ങൾ വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ ചേർത്ത് പിടിച്ചു. പ്രബോധന ഘട്ടങ്ങളിൽ റസൂലുള്ളാഹിക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുത്തു. ഫാത്തിമ ബീവിക്ക് അന്ന് 5 വയസ്സാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. ബാക്കി ഭാഗം നാളെ ഇൻഷാ അല്ലാഹ്.